ഡൽഹി ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് വെടിവയ്പ് 13-ാം നമ്പർ ഗേറ്റിലാണ് സംഭവം. 2 റൗണ്ട് വെടിയുതിർത്തു. വിദ്യാർത്ഥികളും പുറത്തുനിന്നുള്ള സംഘവും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് സ്ഥലത്ത് സുരക്ഷ ശക്തമാക്കി. ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, എന്തായിരുന്നു സംഭവം? ഉണ്ടായത് ആ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം, ആ ഘട്ടത്തിൽ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള ചില ആളുകളും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷത്തിന്റെ പിന്നാലെയാണ് അവിടെ 2 റൗണ്ട് വെടിവെപ്പ് ഉണ്ടായത്. ഈ വെടിവെപ്പിന് തൊട്ട് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി. 13-ാം നമ്പർ ഗേറ്റിലായിരുന്നു വെടിവെപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ട് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഈ ആരാണ് വെടിയുതിർത്തത് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഈ പ്രതികളെ പിടികൂടാനും ഇനിയും സാധിച്ചിട്ടുമില്ല. പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇത് ഡൽഹിയിൽ പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ വെടിവെപ്പുണ്ടായത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം പ്രീണനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സംസ്ഥാനത്തെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനം. കൊടും ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം SDPIയുടെ ആവശ്യത്തിന് വഴങ്ങിയാണ് സ്റ്റാലിൻ സർക്കാരിന്റെ നീക്കം. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത്. പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന് SDPI നേതാവ് നെല്ലായി മുബാറക് അഭ്യർത്ഥിച്ചതായും അത് ഇതിനകം തമിഴ്നാട് വിദ്യാഭ്യാസ സിലബസിൽ ഉൾപ്പെടുത്തിയതായും മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. നിരോധിത ഭീകര സംഘടന PFIയുടെ രാഷ്ട്രീയ വിഭാഗമാണ് SDPI. CAA എതിർക്കുകയും വഖഫ് ഭേദഗതി നിയമത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ DMK മുസ്ലിം സമൂഹത്തോടൊപ്പം നിന്നതായും സ്റ്റാലിൻ പറയുന്നു. അതേസമയം ഹിന്ദി ഭാഷ പഠിപ്പിക്കാൻ വിമുഖത കാട്ടുന്ന സ്റ്റാലിൻ നബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ജനം, ഡൽഹി. പോലീസ് രേഖകളിൽ നിന്നും പൊതു അറിയിപ്പുകളിൽ നിന്നും ജാതി സംബന്ധമായ എല്ലാ പരാമർശങ്ങളും ഉടനടി നീക്കം ചെയ്യാൻ ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ജാതി അടിസ്ഥാനത്തിലുള്ള റാലികളും പൊതുപരിപാടികളും സംസ്ഥാനത്തുടനീളം നിരോധിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ ജാതി അടിസ്ഥാനത്തിലുള്ള സ്റ്റിക്കറുകളോ മുദ്രാവാക്യങ്ങളോ പതിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരം പിഴ ഈടാക്കാനും സർക്കാർ നിർദ്ദേശം നൽകി. ദേശീയ ഐക്യം, ക്രമസമാധാനം എന്നിവ മുൻനിർത്തിയാണ് ജാതി അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ ജാഥകൾ നിരോധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയത്. ജാതിയുടെ പേരിൽ അഭിമാനമോ വിദ്വേഷമോ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെ ഉള്ളടക്കവും നിരീക്ഷിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വാഹനങ്ങളിൽ ജാതി അടിസ്ഥാനത്തിലുള്ള സ്റ്റിക്കറുകളോ മുദ്രാവാക്യങ്ങളോ പതിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരം പിഴ ഈടാക്കുവാനും സർക്കാർ നിർദ്ദേശം നൽകി. പ്രതികളുടെ ജാതി ഇനി പോലീസ് രജിസ്റ്ററുകളിലോ കേസ് മെമ്മോകളിലോ അറസ്റ്റ് രേഖകളിലോ പോലീസ് സ്റ്റേഷൻ നോട്ടീസ് ബോർഡുകളിലോ രേഖപ്പെടുത്തില്ല. സംസ്ഥാനത്തെ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് പോർട്ടലിൽ നിന്നും ജാതി രേഖപ്പെടുത്തുവാനുള്ള കോളം നീക്കം ചെയ്യും. പോർട്ടലിൽ നിന്നും ഈ കോളം നീക്കം ചെയ്യുന്നതുവരെ അത്തരം കോളങ്ങൾ പൂരിപ്പിക്കാതെ ഒഴിച്ചിടാനാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജാതി വിവേചനം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള അലഹബാദ് കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിന്റെ നടപടി. ജനം, ഡൽഹി.